ഹായ് ഗൈസ്. സോ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിലീറ്റ് വരെ എഴുതിയിരുന്നു മ്യൂട്ടേഷനിൽ. സോ ഇന്ന് മ്യൂട്ടേഷൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് ചെയ്യാനായിട്ട്. സോ ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് ഒരു എഡിറ്റ് ചെയ്യാനാണ്. എക്സിസ്റ്റിംഗ് യൂസർ നമ്മുടെ കയ്യിലുള്ളത് യൂസറിനെ എടുത്ത് നമ്മൾ ഡാറ്റ എഡിറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി അവരുടെ ഡാറ്റ എടുത്ത് എഡിറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സോ അതും ഞാൻ നിങ്ങളെ കൊണ്ട് ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ അതിനു മുമ്പ് ഞാൻ കുറച്ചൊരു പോയിന്റ്സ് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് യൂസറിൻ്റെ ഒരു ഐ ഡി ക്രിയേറ്റ് കിട്ടണം റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. സോ എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് മ്യൂട്ടേഷനിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് റെക്കോർഡ്സ് തിരിച്ച് അയക്കണം. ഓക്കെ. സോ അത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം നിങ്ങളൊന്ന് ഒരു പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുട്ട് റിക്വസ്റ്റും പാച്ച് റിക്വസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആക്സസ് ഡോട്ട് പോസ്റ്റ്, ഡിലീറ്റ്, ഡോട്ട് ഗെറ്റ് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐദർ പുട്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ പാച്ച് റിക്വസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഡിഫറൻസ് പുട്ടും പാച്ചും തമ്മിൽ നമുക്ക് നോക്കാം. ഓക്കെ. സോ ഈ ഒരു ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാവും എന്താ ഡിഫറൻസ് ഉള്ളത്. പുട്ട് റിക്വസ്റ്റ് എന്തിനെ യൂസ് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി അത് റീപ്ലേസ് ചെയ്യും എക്സിസ്റ്റിംഗ് റെക്കോർഡിനെ പുട്ട് റിക്വസ്റ്റ്. ഓക്കെ. പക്ഷേ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ നിന്ന് ID23 ഫസ്റ്റ് നെയിം ബില്ലിയും മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് കണ്ടോ നള്ളാണ് കിടക്കുന്നത്. കാരണം ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒന്നും വരുന്നില്ല, പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതില്ലാത്തത് കൊണ്ട് അത് നള്ളെന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യും. സോ പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ റെക്കോർഡ് ഫുള്ള് റിക്വസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ഫീൽഡ്സ് നള്ള് കൊടുക്കുകയും ചെയ്യും. എൻ്റെ ആ റെക്കോർഡ് ഫുള്ള് റീപ്ലേസ് ചെയ്യും. പക്ഷേ നമ്മൾ പാച്ച് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പ്രോപ്പർട്ടീസ് എന്താണോ റിക്വസ്റ്റ് ബോഡിയിലുള്ളത് ആ പ്രോപ്പർട്ടീസ് മാത്രമേ ഓവർറൈഡ് ചെയ്യുള്ളൂ. എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസിനെ അവരധികം തൊടില്ല. ആക്ച്വലി എന്താ പറയുക, റീപ്ലേസ് ചെയ്യില്ല. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? സോ ഇവിടെ വരുന്നത് വെച്ചാൽ എൻ്റെ റെക്കോർഡ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഡാറ്റ വരുന്നില്ല, പ്രോപ്പർട്ടിക്ക് ഡാറ്റ ഇല്ലെന്ന് പറഞ്ഞാൽ നള്ളെന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് ഏജിങ് കമ്പനി നമുക്കിവിടെ നള്ള് കിട്ടിയത്. പക്ഷേ ഇവിടെ എന്താ കേസ് എന്ന് പറഞ്ഞാൽ വരുന്ന റിക്വസ്റ്റ് ഇപ്പോൾ ഐഡിയും ഫസ്റ്റ് നെയിമും മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. വരുന്ന കേസിൽ ബാക്കിയുള്ളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം അത് പാച്ച് ആയതുകൊണ്ടാണ്. ഓക്കെ. സോ ഈ പുട്ടാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് തന്നെ പാച്ച് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യില്ല. സോ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പാച്ച് റിക്വസ്റ്റാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. ഓക്കെ. സോ നമുക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ പാച്ച് റിക്വസ്റ്റ്. സോ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും റെക്കോർഡ് വരുന്നുണ്ടാവുക. എക്സ്ക്യൂസ് മീ. സോ എന്തായിരിക്കും റെക്കോർഡ് വരുന്നുണ്ടാവുക, ഐ മീൻ ലൈക്ക് API എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ എക്സിയോസ് ഡോട്ട് പാച്ച് HTTP localhost :3000 users $ID. ഓക്കെ. എന്നിട്ട് ഇവിടെ നമുക്ക് റിക്വസ്റ്റ് ബോഡിയും കൂടിയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വരുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ റിക്വസ്റ്റ് ബോഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ സാമ്പിളായിട്ട് കാണിച്ചു തരാണ് ഇങ്ങനെ. സോ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ തുടങ്ങുകയാണ് ഇവിടെ. സോ ഈ ഫീൽഡ്സിൽ തന്നെ ഇപ്പോൾ ഡിലീറ്റ് യൂസർ മുമ്പ് എഴുതിയ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു ഒരു പുതിയ മ്യൂട്ടേഷൻ. ഓക്കെ. എഡിറ്റ് യൂസർ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്തൊക്കെ മെൻഷൻ ചെയ്യണം, ടൈപ്പ് മെൻഷൻ ചെയ്യണം. സോ ഞാൻ നമ്മുടെ ടൈപ്പ് പറയുകയാണ്. ഞാൻ യൂസറിനാണ് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡിങ് കാണണം. സോ ഞാൻ യൂസറിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ യൂസർ ടൈപ്പ് തന്നെ കൊടുത്തു ടൈപ്പിൽ. ഓക്കെ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് ആർക്സ്. ഓക്കെ. ആർക്സ് ഇത്ര ചാലഞ്ചിങ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ നമുക്ക് ചില പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആർക്സ് വരുന്നത്. അപ്പോൾ ആർക്സിൽ നമുക്കിവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടി വേണം. ഫസ്റ്റ് ID വേണം. ഓക്കെ. ID, കാരണം നമ്മൾ ID എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഏത് യൂസറിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ID നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. സോ ആ ID ഇവിടെ തന്നെ നമ്മൾ കൊടുക്കുന്നത്. ID നമ്മൾ എന്താ പറയുക എടുത്തിട്ട് ടൈപ്പ്
ഞാനത് കോപ്പി ചെയ്യണം മുമ്പത്തെ എഴുതിയത്. നോൺ നള്ളായിരിക്കണം, സ്ട്രിങ്ങും ആയിരിക്കണം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഐ ഡി കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത് ഫസ്റ്റ് നെയിമാണ്. ഫസ്റ്റ് നെയിം ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ഗ്രാഫ് ക്യൂവൽ സ്ട്രിങ് മെൻഷൻ ചെയ്യുന്നു. പക്ഷേ നോൺ നള്ളാവണം ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ഐഡിയ ആണ് എന്തായാലും വേണ്ടത്. ഓക്കെ, ചിലർക്ക് ഫസ്റ്റ് നെയിം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, ചിലർക്ക് ഏജ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരിക, ചിലർക്ക് കമ്പനി ഐ ഡി ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരിക, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്കിത് നോൺ നൾ എന്ന് പറയാൻ പറ്റില്ല. സോ ഇത് മാത്രം ഐ ഡി മാത്രമേ നമുക്ക് എന്തായാലും ഡാറ്റ വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കി നമ്മൾ ആർസ് കൊടുക്കുന്നു, അത് ഓപ്ഷണൽ പോലെയാണ് ആക്ച്വലി. ഓക്കെ, സോ അടുത്ത ഞാൻ ഏജ് കൊടുത്തു. ടൈപ്പ് ഗ്രാഫ് ക്യൂവൽ ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഏജ് കഴിഞ്ഞു. ഇനി അടുത്തത് കമ്പനി ഐ ഡി ഉണ്ട്. കമ്പനി ഐ ഡി എന്തായിരുന്നു നമ്മുടെ കേസിൽ? സ്ട്രിങ് തന്നെയായിരുന്നു, ഗ്രാഫിക്കൽ സ്ട്രിങ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആക്സ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എഴുതേണ്ട റിസോൾവ് മെത്തേഡാണ്. നമുക്ക് നോക്കാം. റിസോൾവ് മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ പാരാമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പാരൻ്റ് വാല്യൂ, പിന്നെ ആർക്സും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞു നമ്മൾ പാച്ച് റിക്വസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പാച്ച് റിക്വസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ വരുന്ന ഒബ്ജക്റ്റ് എൻ്റെ ആക്സ് ഒബ്ജക്റ്റ് എടുത്തിട്ട് ഞാൻ JSON-ലേക്ക് അയക്കുകയാണ്. എനിക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് നെയിം ആണോ ഏജ് ആണോ കമ്പനിയാണോ, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ വരുന്ന റിക്വസ്റ്റ് ഞാൻ അങ്ങനെ തന്നെ പറയാണ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പാച്ചിൽ. ഇപ്പോൾ ഫസ്റ്റ് നെയിം ഇല്ലെങ്കിൽ ഫസ്റ്റ് നെയിം അപ്ഡേറ്റ് ചെയ്യേണ്ട, എക്സിസ്റ്റിംഗ് മതി നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്, ഇത് കോപ്പി ചെയ്യണം തൽക്കാലം. ഓൾറെഡി നമ്മളിപ്പോൾ ടിപ്പ് ഇട്ടുന്നത് റിട്ടേൺ ആക്സസ് ഡോട്ട് പാച്ച്, എന്നിട്ട് ഞാൻ ആ URL വിളിക്കുന്നു. ഐ ഡി ഞാൻ പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഐ ഡി ഞാനിവിടെ വെറും ഐ ഡി കൊടുത്ത സെറ്റ് ആവില്ല, ആർക്സ് ഡോട്ട് ഐ ഡി കൊടുക്കണം നമുക്കിവിടെ, ആർക്സ് ഡോട്ട് ഐ ഡി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റർ പാസ് ചെയ്യണം. അപ്പം ഞാനിവിടെ ആർക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിതും ഡോട്ട് ദെൻ res ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻഷൻ ചെയ്യും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് മെൻഷൻ ചെയ്തു, എനിക്ക് യൂസർ ടൈപ്പ് കിട്ടേണ്ട, ആക്സ് ഞാൻ മെൻഷൻ ചെയ്തു, എന്തൊക്കെ ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. റിസോൾവ് ഫംഗ്ഷനിൽ ഞാൻ API വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും നമ്മൾ ഐ ഡി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. സോ ഈവൻ ദോ നമ്മൾ ഐ ഡി പാസ് ചെയ്യണമെങ്കിൽ റിക്വസ്റ്റിൽ JSON സെർവറിൽ ഐ ഡി ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, സോ ആ ഐ ഡി ചേഞ്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആ JSON സെർവർ ഇഗ്നോർ ചെയ്തോളും. ഓക്കെ, നമുക്ക് എന്ന് വെച്ചാൽ ഐ ഡി ചേഞ്ച് ആവില്ല ബേസിക്കലി, ഈവൻ ദോ നമ്മൾ ഐ ഡി പാസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ റിക്വസ്റ്റിൽ. ഓക്കെ, ഇനി നമുക്കിത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ടെർമിനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വലിയ എറർ ഉണ്ടോ എന്നുള്ളത്. നോക്കുമ്പോൾ ഒരു എററൊന്നും വന്നിട്ടില്ല നമുക്ക്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. സോ ഞാൻ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 4000 GraphQL മ്യൂട്ടേഷൻ വന്നു. നമുക്ക് ഡോക്യുമെൻ്റ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മ്യൂട്ടേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ എഡിറ്റ് യൂസറും കൂടി വന്നിട്ടുണ്ട്, കണ്ടോ. സോ നമുക്ക് എഡിറ്റ് യൂസറും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് യൂസർ എന്ന് പറഞ്ഞ് കൊടുക്കണം. എഡിറ്റ് യൂസർ. ഓക്കെ, എന്നിട്ട് ഐ ഡി ഇനി ഒന്ന് ചെക്ക് ചെയ്യണം, നമുക്ക് ഏത് യൂസറിനാണ് ചേഞ്ച് ചെയ്യണമെന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ 23 ഇല്ല, നമുക്ക് 99, 49, 30 പിന്നെ ഈ ഒരു യൂസർ ഈ ഐ ഡി ഉള്ളത്. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ 49 എഡിറ്റ് ചെയ്താലെന്ന് ആലോചിക്കാം. 49 എഡിറ്റ് ചെയ്യാം നമുക്ക്. ഐ ഡി 49. ഓക്കെ, എന്നിട്ട് ഞാൻ മെൻഷൻ ചെയ്യാണ് ഏജ്. ഇപ്പോൾ എത്ര ഏജ് കിടക്കണേ? 49 34 ആണ് കിടക്കുന്നത്. ഞാൻ 40 ആക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 40. എന്നിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നു എനിക്ക് എന്തൊക്കെ റെക്കോർഡ് വേണമെന്ന്. ഐ ഡി, ഫസ്റ്റ് നെയിം, ഏജ്.
ഓക്കെ, എന്നിട്ട് ഞാനിത് റൺ ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാമല്ലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. സോ സി ഇവിടെ വന്നു, പക്ഷേ ID48 ഇല്ല. സോ ID49 നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, നമുക്ക് തിരിച്ച് വരുന്നത് 34 ആണ് തിരിച്ചു. നമുക്ക് നോക്കാം ID ഇവിടെ ചേഞ്ച് ചെയ്തോന്നുള്ളത്. ഇപ്പോൾ ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് തെറ്റിപ്പോയി. ആക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തൂടെ, ഇങ്ങനെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. സോ അതൊരു ആക്സ് ഒബ്ജക്റ്റ് ഫുൾ ക്രിയേറ്റ് ചെയ്ത് പോയി. അതെൻ്റെ മിസ്റ്റേക്കായിരുന്നു. ഐഡിയലി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇവിടെ ഡീസ്ട്രക്ചറായി ഞാൻ ഉദ്ദേശിച്ചത്. ഐദർ ഡീസ്ട്രക്ചറിങ് ആയിട്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ബ്രേസസിൻ്റെ ഉള്ളിൽ ഇല്ലാണ്ട് കൊടുക്കണമായിരുന്നു ARGS എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഡീസ്ട്രക്ചർ ചെയ്യാൻ മറന്നു പോയതാണ്. ഞാൻ ബ്രേസസ് ഇട്ട് കൊടുത്തു, ഈ 3 ഡോട്ട്സ് കൊടുക്കുന്ന പകരം അത് വിട്ടുപോയി. ARGS എന്ന് പറഞ്ഞ് കൊടുക്കണം ആക്ച്വലി. ഓക്കെ, ഞാൻ സേവ് ചെയ്യാം, എന്നിട്ട് നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ അപ്ഡേറ്റ് ആയി, 40 വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ അഡീഷണൽ റെക്കോർഡ് ഇവിടെ വന്നു db.json. മുമ്പത്തെ തെറ്റായി ആക്സ് വിളിച്ച കാരണം ഞാൻ ഡിലീറ്റ് ചെയ്യണത്. സേവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ 40 വന്നിട്ടുണ്ട്. സോ ഇത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കായിരുന്നു ഇനീഷ്യലി. അത് ആക്സ് ഡീസ്ട്രക്ചറിങ് ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടിരുന്നത്. അതിൽ ഡീസ്ട്രക്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേസസ് ഇല്ലാണ്ട് വെറും മാർക്സ് മാത്രം കൊടുത്താലും മതിയായിരുന്നു. ഓക്കെ, ഡീസ്ട്രക്ചറിങ് നിങ്ങൾക്ക് എന്തായാലും ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് അറിയണവർക്ക് സിമ്പിളായിട്ട് അറിയുണ്ടാവും ഡീസ്ട്രക്ചറിങ് എന്താണെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വരുന്ന വീഡിയോസിൽ ജാവാസ്ക്രിപ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഈ വീഡിയോസ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള. സോ ആ ടൈമിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ES6 പ്രോപ്പർട്ടീസും ഡീസ്ട്രക്ചറിങ് ഒക്കെ എന്താണെന്നുള്ളത്, ES6 ഫീച്ചേഴ്സും ഡീസ്ട്രക്ചറിങ് എന്താണെന്നൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ കറൻ്റ്ലി നമ്മളിപ്പോൾ ആക്സ് കൊടുത്തു കഴിഞ്ഞു, നമുക്കിപ്പോൾ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ കിട്ടി. ഇപ്പോൾ ഞാൻ 41 എന്ന് പറഞ്ഞ് കൊടുക്കണം, ഏജ് 40 മാറ്റി 41 ആക്കി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 41 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു, നമുക്ക് db.json നമ്മൾ നോക്കിയപ്പോൾ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 41 ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ വെച്ചാൽ ഞാനിവിടെ പേര് ചേഞ്ച് ചെയ്യാം, ഏജിന് വരാം. ഫസ്റ്റ് നെയിം ഞാൻ കോഹ്ലി എന്നാക്കി, ഡബിൾ കോട്ട്സ് വേണമായിരിക്കും. ഓക്കെ, സോ ഞാൻ റൺ ചെയ്യാം. ഇപ്പോൾ വിരാട്ട കിടക്കുന്നത് അത് കോഹ്ലിയായി മാറി. നമുക്ക് സംശയം db.json നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോഹ്ലിയായി മാറിയിട്ടുണ്ട്, വിരാട്ട് മാറിയിട്ട്. ഓക്കെ, സോ ഇപ്പോൾ ഫസ്റ്റ് നെയിമും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ. സോ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ മ്യൂട്ടേഷൻസ് ഒരുവിധമൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ സ്കീമ ഫയലാണ് കുത്തി നിറച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ സ്കീമ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ മ്യൂട്ടേഷൻസും വലിയ ഫയലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഓക്കെ, പക്ഷേ നമ്മൾ ഫ്യൂച്ചറിൽ ഇത് നല്ല മെത്തേഡല്ല ആക്ച്വലി. എല്ലാം കൂടി ഒരു ഫയലിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കുക ഭയങ്കര കൺഫ്യൂസിങ് ആണ് വായിക്കുന്ന ആൾക്കും മനസ്സിലാക്കേണ്ട ആൾക്കാർക്കൊക്കെ. അപ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്യണം, അത് സെപ്പറേറ്റ് ഫയൽസിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ കേട്ടറിഞ്ഞത് ലൈക്ക് എന്താ പറയുക, ഫേസ്ബുക്കിലൊക്കെ ഒറ്റ സ്കീമ ഫയലുള്ളൂ, എല്ലാം ആ സ്കീമ ഫയലിനുള്ളിൽ ഇട്ടേക്കണം എന്നുള്ളത് ഞാൻ കേട്ടേക്കുന്നത്. ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനിൽ ഞാൻ അതിന് വർക്ക് ചെയ്തിട്ടില്ല ഫേസ്ബുക്കിലൊന്നും. പക്ഷേ ഞാൻ ഗോ ത്രൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയായിരുന്നു, അവരെല്ലാം ഒറ്റ സ്കീമ ഫയലാണ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഇത് നമുക്ക് എന്താ പറയുക ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന്. പക്ഷേ ഫേസ്ബുക്കിന് ഇവൻ അവർ എല്ലാം സ്കീമ ഫയൽ ഒറ്റ സ്കീമ ഫയലാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും അവരുടെ സിൻടാക്സും സ്കീമ ഡിഫൈൻ ചെയ്യണൊക്കെ ഇത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും ആക്ച്വലി. ഓക്കെ, സോ അത് ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞതുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മ്യൂട്ടേഷൻസ് ഒരുവിധം കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഞാൻ ചെക്ക് ചെയ്തിട്ട് ലൈക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണെന്നുള്ളത് GraphQLൻ്റെ. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമൻറ്റ്സ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ലോട്ട്, ബൈ.